17 മാധവനെ കണ്ടെത്തിയത്. ധനം കൊണ്ട് കുബേരതുല്യനായിരിക്കുന്ന ബാബു ഗോവിന്ദസേന്റെ ആതിഥ്യത്തെ പരിഗ്രഹിച്ച് സ്വർലോകത്തിലെ അമരാവതിയോട് തുല്യമായ അമരാവതി ബംഗ്ലാവിൽ മാധവൻ അതിസുഖത്തോടെ ഒരു 10 ദിവസം താമസിച്ചു. അതിൻ്റെ ശേഷം പുറപ്പെടാനായി യാത്ര ചോദിച്ചു. താൻ യാത്ര ചോദിച്ചതിന് 4 ദിവസം മുമ്പ് ഗോവിന്ദസേന്റെ മകൻ കേശവചന്ദ്രസേൻ കൽപ്പന അവസാനിച്ചതിനാൽ ബൊംബായിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ബാബു ഗോപിനാഥ ബാനർജി കൂട്ടുകച്ചവടത്തിലെ ഒരു ബ്രാഞ്ച് കച്ചവട സ്ഥലത്തിലേക്കും അന്നു തന്നെ പോയി. അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ താമസം ആ ബ്രാഞ്ച് കച്ചവടം നടക്കുന്ന സ്ഥലത്തായിരുന്നു. മാധവൻ മലബാറിലേക്ക് തൽക്കാലം മടങ്ങുന്നില്ലെന്നും ബർമ, കാശി, അലഹബാദ്, ആഗ്ര, ഡൽഹി, ലാഹോർ മുതലായ സ്ഥലങ്ങളിൽ 2 മാസം സഞ്ചരിച്ചതിന് ശേഷമേ മടങ്ങുന്നുള്ളൂ എന്നും പറഞ്ഞതിനാൽ കേശവചന്ദ്രസേനും ഗോപിനാഥ ബാനർജിയും മാധവനോട് താൻ എപ്പോഴെങ്കിലും മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഗോപിനാഥ ബാനർജി താമസിക്കുന്നിടത്ത് 2 ദിവസവും മടക്കത്തിൽ ബൊംബായിലെത്തിയാൽ കേശവചന്ദ്രസേന്റെ കൂടെ 2 ദിവസവും താമസിച്ചിട്ടേ പോകുകയുള്ളൂ എന്നുള്ള വാഗ്ദത്തം വാങ്ങിയിട്ടാണ് അവർ പുറപ്പെട്ടു പോയത്. അവർ പോയി 4 ദിവസം കഴിഞ്ഞ ശേഷം മാധവനും യാത്ര പുറപ്പെട്ട് ഗോവിന്ദസേനെ അറിയിച്ചു. ഈ ബാബു ഗോവിന്ദസേൻ ധനത്തിൽ തന്നെയല്ല, മര്യാദ, വിനയം, ഔദാര്യം, ദയ ഇതുകളിലും ആരാലും ജയിക്കപ്പെട്ടവനല്ല. ഈ പുസ്തകത്തിൽ ഞാൻ പഞ്ചുമേനവനെയും മൂർഖില്ലാത്ത നമ്പൂതിരിപ്പാട്ടിനെയും മഹാധനികന്മാർ എന്നും 1-2 ദിക്കിൽ മൂർഖില്ലാത്ത നമ്പൂതിരിപ്പാടിനെ കുബേരൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാബു ഗോവിന്ദസേനെയും ധനികൻ, കുബേരൻ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ വായനക്കാർ ഇവരെല്ലാം ധനത്തിൽ ഏകദേശം ഒരുപോലെ എന്ന് വിചാരിച്ചു പോവരുത്. ബംഗാളിലെ കുബേരനും മദിരാശി സംസ്ഥാനത്തിലെ കുബേരനും തമ്മിൽ വളരെ അന്തരമുണ്ട്. തമ്മിലുള്ള വ്യത്യാസം ദ്രവ്യത്തിനെ ഗുണിക്കുന്നത് കൊണ്ടറിയാം. മദിരാശിയിൽ ഒരു 5 ലക്ഷം ഉറുപ്പികയ്ക്ക് സ്ഥിതിയുള്ളവൻ നല്ല വലിയ ഒരു പ്രഭുവായി. ബംഗാളത്ത് 5 ലക്ഷക്കാർ 4ാം ക്ലാസ് ധനികന്മാരാണ്. അവിടെ 5 കോടി ദ്രവ്യസ്ഥന്മാർ ഒരു വക നല്ല പ്രഭുക്കളായി. മഹാധനികൻ കുബേരൻ എന്ന് സംശയം കൂടാതെ ബംഗാളത്തിൽ ഒരുവനെ പറയണമെങ്കിൽ അയാൾക്ക് ഒരു 15 കോടിക്ക് മേലെ ദ്രവ്യം വേണം. ഗോവിന്ദസേനും അനുജൻ ചിത്രപ്രസാദ സേനും ഇങ്ങനെ 15 കോടിക്ക് മേലെ ദ്രവ്യം ഉള്ളവരിൽ അഗ്രഗണ്യന്മാരായിരുന്നു. മാധവൻ യാത്ര പറഞ്ഞ് പിരിയാറായപ്പോൾ ഗോവിന്ദസേൻ വളരെ വ്യസനിച്ചു. ഗോവിന്ദസേൻ: നോം തമ്മിൽ വളരെ സ്നേഹിച്ചു പോയി. താങ്കൾ പിരിഞ്ഞു പോകുന്നത് ഇപ്പോൾ എനിക്ക് വളരെ വ്യസനമായിരിക്കുന്നു. നിവൃത്തിയില്ലല്ലോ. താങ്കളുടെ യോഗ്യതയും സാമർഥ്യവും മര്യാദയും എനിക്ക് അറിവായിടത്തോളം ഓർക്കുമ്പോൾ താങ്കൾ മദിരാശി ഗവൺമെൻറ് കീഴിൽ വളരെ യോഗ്യതയായ ഒരു ഉദ്യോഗത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മകനെ ഇനിയത്തെ കൊല്ലം സിവിൽ സർവീസിൽ എടുപ്പാൻ ഭാവിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് അവൻ ഉദ്യോഗത്തിൽ ഇരിക്കണമെന്ന് അത്ര മനസ്സില്ല. എങ്കിലും അവന് ഉദ്യോഗത്തിലാണ് രുചിയുള്ളത്. ഗൃഹസ്ഥവൃത്തിയും കാര്യാന്വേഷണവും കച്ചവടവും അവന് അത്ര രസമില്ല. താങ്കൾക്ക് മനസ്സിനുണ്ടായ വ്യസനമെല്ലാം തീർന്ന് താങ്കളും അവനും ഒരേ കൊല്ലം സിവിൽ സർവീസിൽ ആയി എന്ന് അറിവാനും താങ്കൾ നാട്ടിലെത്തി പ്രിയപ്പെട്ട കുടുംബത്തോട് ചേർന്ന് സുഖമായിരിക്കുന്നു എന്ന് കേൾക്കാനും ഞാൻ സർവശക്തനായിരിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഗോവിന്ദസേൻ മാധവനെ പിടിച്ച് മാറത്ത് അണച്ച് ആലിംഗനം ചെയ്ത് വിശേഷമായ ഒരു പൊൻഗടിയാളും പൊൻചങ്ങലയും തങ്കനീരാളത്തിൻ്റെ ഒരു സൂട്ടുടുപ്പും ആനക്കൊമ്പ്, വെള്ളി ഇതുകളെ കൊണ്ട് വേല ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു എഴുത്തുപെട്ടിയും സമ്മാനമായി കൊടുത്തു. ഗോപിനാഥ ബാനർജിയുടെ ബ്രാഞ്ച് കച്ചവട രാജ്യത്തിലേക്ക് വണ്ടി കയറുന്ന തീവണ്ടി സ്റ്റേഷനിലേക്ക് തൻ്റെ ഗാഡിയിൽ കയറ്റി ഗോവിന്ദസേൻ മാധവനെ കൊണ്ടുപോയി. വണ്ടി കയറാറായപ്പോൾ 2 പേർക്കും കണ്ണിൽ ജലം വന്നു. മാധവൻ: എന്തോ ഒരു കാരണം നിമിത്തം ഇത്ര മഹാഭാഗ്യവാനും യോഗ്യനുമായ താങ്കൾക്ക് എന്നിൽ ഈ ദയയും ആദരവും തോന്നി.
ഇത് എനിക്ക് ഈ ജന്മത്തിൽ സാധ്യമായ ഒരു മഹാഭാഗ്യം എന്നു തന്നെ ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം വിചാരിക്കും. സർവഭാഗ്യ സമ്പൂർണനായിരിക്കുന്ന താങ്കൾക്ക് അല്പനായ എന്നാൽ എന്തൊരു പ്രത്യുപകാരമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഒന്നും തന്നെയില്ല. ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ താങ്കൾക്ക് എന്നിലുണ്ടായിട്ടുള്ള ഈ അധികമായ വാത്സല്യത്തിൻ്റെ വിലയെ ഞാൻ വിശ്വാസത്തോടെ അറിയുന്നുണ്ടെന്നും എല്ലായ്പ്പോഴും ഈ ദേഹമുള്ള നാളോളം താങ്കളുടെ സ്മരണ എനിക്ക് വിടുന്നതല്ലെന്നും താങ്കൾ എന്നെക്കുറിച്ച് വിശ്വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യസഞ്ചാരം കഴിഞ്ഞു മടങ്ങി നാട്ടിലെത്തിയാൽ വിവരങ്ങൾക്ക് എല്ലാം എഴുതി അയച്ചു കൊള്ളാം. താങ്കളുടെ ആശ്രിതന്മാരിൽ ഒരുവനാണെന്ന് എന്നെ ദയയോട് എല്ലായ്പ്പോഴും വിചാരിക്കുവാൻ വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. ഗോവിന്ദസേൻ. കേശവചന്ദ്രസേൻ്റെ അഭ്യുദയത്തിൽ ഞാൻ എങ്ങനെ കാക്ഷിക്കുന്നുവോ അപ്രകാരം താങ്കളുടെ അഭ്യുദയത്തിലും ഞാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ബാബു ഗോവിന്ദസേന് ഗദ്ഗദാക്ഷരങ്ങളായിപ്പോയി. ഏതെങ്കിലും തീവണ്ടിയിൽ മാധവനെ കയറ്റി കുണ്ഠിതത്തോടുകൂടി ഗോവിന്ദസേൻ മടങ്ങി. മാധവന്റെ മലയാളത്തിലെയും മദിരാശിയിലെയും വാസസ്ഥല വിവരങ്ങളെല്ലാം നോട്ട്ബുക്കിൽ ഗോവിന്ദസേൻ കുറിച്ചെടുത്തു. വണ്ടിയിൽ കയറുമ്പോൾ തൻ്റെ ഒരു ഛായാചിത്രമെടുത്ത് മാധവന് കൊടുത്തു. ഗോവിന്ദസേൻ പോയി. തീവണ്ടിയും ഇളകി. മാധവൻ അപ്പോൾ ഗോപിനാഥ ബാനർജി താമസിക്കുന്ന ദിക്കിലേക്കാണ് ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത്. ഗോപിനാഥ ബാനർജിയോട് പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിനെ കാണാതെ പോവാൻ പാടില്ലല്ലോ. പല സംഗതികളും വിചാരിപ്പാനുണ്ടായതുകൊണ്ട് മാധവന് വഴി പോകുന്നത് ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ സ്റ്റേഷനിൽ എത്തി. പിന്നെ അവിടെ നിന്ന് ഗോപിനാഥ ബാനർജിയുടെ വാസസ്ഥലത്തേക്ക് 68 മൈൽസ് ദൂരമാണ് ഉള്ളത്. ആ സ്റ്റേഷനിൽ നിന്ന് അല്പം പലഹാരങ്ങളും മറ്റും കഴിച്ച് മാധവൻ അവിടെ നിന്നും പോന്നു. ആ വലിയ സ്റ്റേഷന്റെ അടുത്ത് അപ്പുറമുള്ള സ്റ്റേഷനിൽ എത്തിയ ഉടനെ ചെറുപ്പക്കാരനായ ഒരു സുന്ദര പുരുഷൻ താനിരിക്കുന്ന വണ്ടിയുടെ വാതിൽ തുറന്ന് ആ വണ്ടിയിൽ തനിക്ക് അല്പനേരം ഇരിക്കുന്നതിന് ആർക്കെങ്കിലും വിരോധമുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ മാധവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചും യാതൊരു വിരോധവുമില്ലെന്ന് മാധവൻ മറുപടി പറഞ്ഞും അതിലുള്ള രോഷം വഴിയാത്രക്കാർ ഇംഗ്ലീഷ് പരിചയമില്ലാഞ്ഞിട്ടായിരിക്കും ഒന്നും പറഞ്ഞില്ല. ഈ സുന്ദര പുരുഷൻ വണ്ടിയിൽ മാധവന്റെ അടുക്കെ പോയി ഇരുന്നു. അയാൾ കാഴ്ചയിൽ അതിസുമുഖനായും അയാളുടെ ഉടുപ്പും പുറപ്പാടും ബഹുഭംഗിയായും ഇരുന്നു. ജാതിയിൽ ഒരു മുസൽമാനായി കാണപ്പെട്ടു. തലമുടി വളർത്തി ചുമലിന് അല്പം മീതെ വെച്ച് നിരത്തി മുറിച്ചിരിക്കുന്നു. അതിഭംഗിയുള്ള മേൽമീശ കൂടാതെ മുഖത്ത് 2 ഭാഗത്തും സൈഡിലോക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മാതിരിയിൽ രോമം കുറെ നീട്ടി നിരത്തി വെട്ടി മുറിച്ചിട്ടുണ്ട്. വർണ്ണം നല്ല പഴുത്ത നാരങ്ങായുടേതു തന്നെ. മുഖം ആകപ്പാടെ കണ്ടാൽ ബഹുഭംഗി. തലയിൽ മൂർധാവ് മാത്രം നല്ലവണ്ണം മൂടുന്ന മാതിരി മുഴുവൻ കട്ടിക്കസവായി ഒരു തൊപ്പി വെച്ചിരിക്കുന്നു. ആ തൊപ്പിയും അതിനു ചുറ്റുമുള്ള കറുത്ത തലമുടിയും വെളുത്ത മുഖവും മേൽമീശയും കൂടി കാഴ്ചയിൽ അതിമനോഹരം എന്നേ പറവാനുള്ളൂ. ശരീരത്തിൽ അതിവിശേഷമായ വെളുത്ത മിന്നുന്ന കട്ടിവില്ലൂസുകൊണ്ട് ഒരു അങ്കർക്കാക്കുപ്പായം, അത് മുട്ടുകഴിഞ്ഞ് 4-5 വിരൽ താണു നിൽക്കുന്നു. വെള്ളവില്ലൂസ് അങ്കർക്ക മുഴുവനും സ്വർണവർണ്ണങ്ങളായും കഴുത്തുമുതൽ കടിപ്രദേശം വരെ അടുത്തടുത്ത് വെച്ചിട്ടുള്ളവയുമായ കുടുക്കുകളാൽ കുടുക്കപ്പെട്ടിരിക്കുന്നു. കാലിൽ ഒന്നാന്തരം പച്ച നിറമായ പട്ടുകൊണ്ടുള്ള കാൽക്കുപ്പായം, കാലടികളിൽ ഒന്നാന്തരം തിളങ്ങുന്ന ബൂട്ട്സ്, മാറത്ത് സ്വർണവർണ്ണമായി മിന്നുന്ന ഒരു ഗഡിയാൾ ചങ്ങലയും തൂങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് ഇയാളുടെ വേഷം. ഇദ്ദേഹം മാധവന്റെ അടുത്തിരുന്നപ്പോൾ തന്നെ മാധവന് അതികലശലായ ഒരു പരിമളം ഉണ്ടായതായി തോന്നി. ലെവൻഡറിൻ്റെയോ പനിനീരിൻ്റെയോ ബഹുകലശലായ പരിമളം. ഈ മഹാരസികനായ മനുഷ്യൻ ഇരുന്ന ഉടനെ തൻ്റെ പോക്കറ്റിൽ നിന്ന് സ്വർണവർണ്ണമായ ഒരു ചുരുട്ടുകേസ്, ചെറിയ പെട്ടി എടുത്തു തുറന്ന് ഒരു ചുരുട്ട് താൻ എടുത്ത് കേസ് മാധവനെ വെച്ച് കാണിച്ചു.
താൻ ചുരുട്ട് വലിക്കാറില്ലെന്ന് ഇംഗ്ലീഷ് സമ്പ്രദായപ്രകാരം ഉപചാരത്തോടെ മാധവൻ പറഞ്ഞപ്പോൾ തനിക്ക് വലിക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് ഒട്ടും ഇല്ലെന്ന് മാധവൻ ആദരവോടെ പറയുകയും അദ്ദേഹം ഉടനെ ചുരുട്ട് വലിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറെ കഴിഞ്ഞ ശേഷം അയാൾ മാധവനോട്, താങ്കൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ ദിക്കിൽ മുമ്പ് സഞ്ചരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മാധവൻ: ഞാനിപ്പോൾ കൽക്കത്താവിൽ നിന്നാണ് വരുന്നത്. ഒരു സ്നേഹിതനെ കാണാൻ പോകുന്നു. എൻ്റെ രാജ്യം മലയാളമാണ്, മദിരാശി സംസ്ഥാനത്തിൽ. ഈ വടക്കേ ഇന്ത്യ സഞ്ചരിച്ചു കാണാൻ വന്നതാണ്. താങ്കളുമായി പരിചയമാവാൻ ഇടവന്നത് എൻ്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. സുന്ദരപുരുഷൻ: അതെ, ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. താങ്കളുടെ വല്ല സ്നേഹിതന്മാരോ ആൾക്കാരോ ഉണ്ടോ, അല്ല താനേ പുറപ്പെട്ടുവോ? മാധവൻ: ഒരാളുമില്ല, ഞാൻ താനേ ഉള്ളൂ. സുന്ദരപുരുഷൻ: ശരി, ഞാൻ അലഹബാദിൽ ഒരു സബോർഡിനേറ്റ് ജഡ്ജിയാണ്. എൻ്റെ അച്ഛനെ കാണുവാൻ എൻ്റെ സ്വന്തം രാജ്യത്തേക്ക് പോവുകയാണ്. എൻ്റെ അച്ഛൻ ഒരു വലിയ വർത്തകനാണ്. അദ്ദേഹത്തിന് ഞാൻ ഉദ്യോഗം ചെയ്യുന്നത് അത്ര ഇഷ്ടമില്ല. എൻ്റെ സ്വന്തം മനസ്സാൽ ഈ ഉദ്യോഗത്തിൽ ഇരിക്കുന്നതാണ്. ഞാൻ 1-ാം ക്ലാസ് വണ്ടിക്കാണ് ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഭാര്യയും 2 മക്കളും ആ വണ്ടിയിലുണ്ട്. വണ്ടിയിലിരുന്ന് മുഷിഞ്ഞ് ഓരോ സ്റ്റേഷനിൽ എത്തിയാൽ എല്ലായ്പ്പോഴും ഞാൻ പ്ലാറ്റ്ഫോറത്തിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വണ്ടിയിൽ ദൂരയാത്ര ചെയ്യുന്നത് ബഹു ഉപദ്രവമാണ്. താങ്കൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. മുഖം നോക്കിയപ്പോൾ തന്നെ ഇംഗ്ലീഷ് അറിയാം എന്ന് ഞാൻ നിശ്ചയിച്ചു. ഇപ്പോൾ വളരെ സന്തോഷമായി. എൻ്റെ പേര് ഷിയർ അലി ഖാൻ എന്നാണ്. നിങ്ങളൊരു BA ആയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. മാധവൻ: അതെ, ഷിയർ അലി ഖാൻ. ഇനിയും ലക്ഷണം പറയട്ടെ, BL കൂടിയാണ് അല്ലേ? മാധവൻ ചിരിച്ചും കൊണ്ട്: അതെ. ഷിയർ അലി ഖാൻ: ഞാനും ഒരു ഗ്രാജുവേറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹിതനോടുകൂടി എത്ര ദിവസം താമസമുണ്ട്? മാധവൻ: 1 ദിവസം. ഷിയർ അലി ഖാൻ: വിശേഷ ദിവസം ആവശ്യമൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് ഒന്നായി എൻ്റെ രാജ്യത്തേക്ക് പോവുക. രാജ്യസഞ്ചാരത്തിന് വന്നതല്ലേ, ഇന്ന ദിക്കിൽ തന്നെ ഒന്നാമത് പോവേണമെന്നില്ലല്ലോ. എൻ്റെ ഭവനത്തിൽ ഒരാഴ്ച താമസിച്ച് ആ രാജ്യത്തിലുള്ള വിശേഷങ്ങളെല്ലാം കണ്ട് പിന്നെ ഇഷ്ടം പോലെ ഏതെങ്കിലും ദിക്കിലേക്ക് പോകാമല്ലോ. മാധവൻ: ഞാനൊരു സ്നേഹിതനെ കാണാമെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് ഒന്നാമത് പോവണമെന്ന് പറഞ്ഞതാണ്. ഷിയർ അലി ഖാൻ: നിങ്ങൾക്ക് ഈ ദിക്കുകളിൽ ആരും പരിചയമില്ലെന്ന് ഞാൻ ധരിച്ചു. ആരാണ് സ്നേഹിതൻ? മാധവൻ: ഗോപിനാഥ ബാനർജി. അദ്ദേഹത്തിനെ ഞാൻ ഈയിടെ കൽക്കത്താവിൽ നിന്ന് എതിർച്ചയാ കണ്ടു പരിചയമായതാണ്. അദ്ദേഹം കൽക്കത്ത വിടുമ്പോൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം പോവുന്നതാണ്. ഷിയർ അലി ഖാൻ: ഓ, മിശ്ര ഗോപിനാഥ ബാനർജി എൻ്റെ വലിയ ഒരു ഇഷ്ടനാണ്. എൻ്റെ അച്ഛൻ്റെയും ഇഷ്ടനാണ്. ഞാൻ കുറേ ദിവസമായി അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, വലിയ വർത്തകനാണ്. താങ്കൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണെന്നറിയുന്നതിൽ എനിക്ക് സന്തോഷം. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് ഒരു എഴുത്തു തരാം. അദ്ദേഹത്തെയും ക്ഷണിച്ചു കളയാം. നിങ്ങൾ 2 പേരും കൂടി ഒന്നായി എൻ്റെ രാജ്യത്തേക്ക് വരുന്നത് എനിക്ക് വലിയ സന്തോഷം. ഞാൻ 4 മാസത്തെ കൽപ്പനയെടുത്ത് പോകുന്നതാണ്. 4 മാസങ്ങൾക്കുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വരുന്നതായാൽ എനിക്ക് വളരെ സന്തോഷം. മാധവൻ: അങ്ങനെ തന്നെ വരാം. ഇങ്ങനെ അവർ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് വണ്ടി വേറെ ഒരു വലിയ സ്റ്റേഷനിൽ എത്തി. ആ സ്റ്റേഷനിൽ ഉള്ള തിരക്ക് ഏതു പ്രകാരം എന്ന് പറഞ്ഞുകൂടാ. വണ്ടി ഇവിടെ എത്തുമ്പോഴേക്ക് സൂര്യാസ്തമനമായിരിക്കുന്നു. സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോറത്തിൽ എങ്ങും ജനങ്ങളും സാമാനങ്ങളും നിറഞ്ഞിരിക്കുന്നു. അന്യോന്യം നിലവിളിച്ച് പറഞ്ഞാൽ കൂടി കേൾപ്പാൻ പ്രയാസം. വണ്ടി സ്റ്റേഷനിൽ നിന്ന ഉടനെ സബോർഡിനേറ്റ് ജഡ്ജി ഷിയർ അലി ഖാൻ അവർകൾ മാധവന്റെ കൈയും പിടിച്ച് വണ്ടിയിൽ നിന്ന് പ്ലാറ്റ്ഫോറത്തിലേക്ക് ഇറങ്ങി. പിയോൻ പിയോൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു കുപ്പായവും പികിടിയും അരപ്പട്ടയും മറ്റും ഇട്ടുമുറുക്കിയ ഒരു താടിക്കാരൻ അതികൂറ്റൻ പട്ടാണി അടുത്ത ഒരു വണ്ടിയിൽ നിന്ന് പുറത്തു ചാടി. സാബ് എന്ന് അതിഭയഭക്തിയോടെ പറഞ്ഞുകൊണ്ട് സബ് ജഡ്ജി അവർകളുടെ അടുക്കെ വന്നു നിന്നു. ഷിയർ അലി ഖാൻ: നീ ഈ വണ്ടിയിൽ കയറി ഇദ്ദേഹത്തിൻ്റെ ഈ സാമാനങ്ങളെല്ലാം നോക്കി ബന്ദോബസ്തായി ഇവിടെ ഇരിക്കണം. ഞങ്ങൾ റിഫ്രഷ്മെന്റ് റൂമിൽ പലഹാരങ്ങൾ മുതലായത് സായിവന്മാർക്കും മറ്റും തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുറിയിൽ പോയി വരട്ടെ
എന്ന് പറഞ്ഞു. ഹോ സാബ് എന്ന് പറഞ്ഞ് അവൻ മാധവൻ ഇരുന്ന വണ്ടിക്കകത്ത് പോയി സാമാനങ്ങളുടെ അടുക്കെ ബഹു ജാഗ്രതയോടെ നിന്നു. സബോർഡിനേറ്റ് ജഡ്ജി അവർകൾ മാധവന്റെ കൈവിടാതെ പിടിച്ചും കൊണ്ട് ഓരോ നേരം പോക്കും പറഞ്ഞ് റിഫ്രഷ്മെന്റ് റൂമിലേക്ക് കടന്നു. ഷിയർ അലി ഖാൻ, എന്താണ് നമ്മൾ തിന്നുന്നത് എന്ന് മാധവനോട്. മാധവൻ, താങ്കളുടെ ഇഷ്ടം പോലെ. ഷിയർ അലി ഖാൻ, മാംസാഹാരങ്ങൾക്കും വൈനിനും താങ്കൾക്ക് വിരോധമില്ലായിരിക്കും. മാധവൻ, വിരോധമില്ല. ഷിയർ അലി ഖാൻ, ശരി, ബോയ് ബോയ് എന്ന് വിളിച്ചു. ബോയ് എസ് സാർ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. ഷിയർ അലി ഖാൻ, മട്ടൻ ചോപ്സ്, കട്ട്ലറ്റ്സ്, ബ്രെഡ്, ചീസ്, ഷെറി വൈൻ ഇതുകൾ കൊണ്ടുവാ എന്ന് കൽപ്പിച്ചു. ബോയ് എസ് സാർ എന്ന് പറഞ്ഞ് കൽപ്പിച്ച സാധനങ്ങൾ കൊണ്ടുവരാൻ ഓടിപ്പോയി. സബ് ജഡ്ജി അവർകളും മാധവനും ഓരോ കസാലയിന്മേൽ ഇരുന്നു. ഉടനെ സബ് ജഡ്ജി അവർകൾ കസാലമേൽ നിന്ന് എഴുന്നേറ്റ്, ഓ, എൻ്റെ മകനെ കൂടി ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ. അവൻ 1-ാം ക്ലാസ് വണ്ടിയിൽ അവൻ്റെ അമ്മയോടുകൂടി ഇരിക്കുന്നു. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ ഷാഢ്യം പിടിച്ച് ഒന്നിച്ചു വരാൻ കരഞ്ഞു. എന്നോടുകൂടി അല്ലാതെ ആ ചെക്കൻ ഭക്ഷണം കഴിക്കയില്ല. ഞാൻ ഒരു നിമിഷത്തിനകത്ത് വരും എന്ന് പറഞ്ഞ് ഗഡിയാളൊന്ന് എടുത്തു നോക്കി. ഇനി വണ്ടി പുറപ്പെടാൻ 14 മിനിറ്റുണ്ട് എന്ന് പറഞ്ഞ് സബ് ജഡ്ജി വേഗം പുറത്തേക്ക് പോയി. കുട്ടിയെ കൊണ്ടുവരാൻ പോയത് മാധവന് അതിസന്തോഷമായി. മാധവൻ അവിടെ ഇരുന്നു. അപ്പോഴേക്ക് ബട്ട്ലർ കൽപ്പന പ്രകാരം ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു തുടങ്ങി. മാധവൻ സബ് ജഡ്ജിയുടെ വരവും കാത്തിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7, 8, 9, 10 മിനിറ്റായി. അപ്പോൾ മാധവൻ എണീറ്റ്, അദ്ദേഹം എന്താണ് വരാത്തത് എന്ന് ആലോചിച്ചു. അടുക്കെ നിൽക്കുന്ന ബട്ട്ലർ, ഇനി 4 മിനിറ്റേ ഉള്ളൂ, ഈ സാധനങ്ങളെല്ലാം മാറി ചീത്തയായി തുടങ്ങി എന്ന് പറഞ്ഞു. മാധവൻ, അദ്ദേഹം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ആദ്യ 1-ാം ക്ലാസ് വണ്ടികൾ കെട്ടിയ ദിക്കിലേക്കോടി. ആ വണ്ടികളുടെ വാതുക്കലെല്ലാം പോയി. മിസ്റ്റർ ഷിയർ അലി ഖാൻ സബ് ജഡ്ജി, ഷിയർ അലി ഖാൻ സബ് ജഡ്ജി എന്ന് ഉറക്കെ വിളിച്ചു. ആരും ഉരിയാട്ടില്ല. മാധവൻ വല്ലാതെ ഒന്ന് പരിഭ്രമിച്ചു. താൻ കയറിയ വണ്ടിയിൽ വന്നു നോക്കുമ്പോൾ അവിടെ വെച്ചിരുന്ന തൻ്റെ വക യാതൊരു സാമാനങ്ങളെയും കണ്ടില്ല. പിയോനുമില്ല, സബ് ജഡ്ജിയുമില്ല. സാമാനങ്ങളെല്ലാം ആ തടിച്ച പ്യൂൺ എടുത്തുകൊണ്ടുപോയി എന്ന് വണ്ടിയിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ചില വഴിയാത്രക്കാർ കൈകൊണ്ടും മറ്റും കാണിച്ച് മാധവനെ മനസ്സിലാക്കി. മാധവൻ പിന്നെയും എന്തിനാണെന്നും എവിടേക്കാണെന്നും മാധവന് തന്നെ നിശ്ചയമില്ലാതെ പ്ലാറ്റ്ഫോറത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭ്രാന്തൻ്റെ മാതിരി ഓടി. അപ്പോഴേക്കും വണ്ടി ഇളകിപ്പോകുകയും ചെയ്തു. മാധവന് അപ്പോൾ ഉണ്ടായ പരിഭ്രമവും വ്യസനവും മതിയാകും വണ്ണവും ശരിയാകും വണ്ണവും പറഞ്ഞ് എൻ്റെ വായനക്കാരെ ധരിപ്പിപ്പാൻ എന്നാൽ പ്രയാസം. താൻ അപ്പോൾ ഇട്ടിട്ടുള്ള കുപ്പായവും തൊപ്പിയും കാലുറയും ബൂട്ട്സും ഒരു ചെറിയ ഉറുമാലും 2 ഉറുപ്പികയ്ക്കോ മറ്റോ ചില്ലറയും ഒരു റിവോൾവർ പോക്കറ്റിലുണ്ടായിരുന്നതും താൻ എല്ലായ്പ്പോഴും ധരിച്ചു വരുന്ന ഒരു സാധാരണ ഗഡിയാളും ഒരു റെയിൽവേ ടിക്കറ്റും ഒഴികെ മറ്റു സകല സാധനങ്ങളും പോയി. പോയ സാധനങ്ങളിൽ ഏറ്റവും വിലപിടിച്ച സാധനങ്ങൾ ബാബു ഗോവിന്ദസേൻ കൊടുത്ത പൊൻഗഡിയാളും ചങ്ങലയും ഒരു വിലയുള്ള ദന്തത്തിൻ്റെ എഴുത്തുപെട്ടിയും വിശേഷമായ നീരാളത്തിൻ്റെ ഉടുപ്പുകളുമാണ്. പാവം സാധുമാധവൻ അന്ധനായി പ്ലാറ്റ്ഫോമിൽ കുറേ നിന്നു. വണ്ടിയും പോയി. സ്വത്തുക്കൾ സകലവും അലഹബാദിലെ സബ് ജഡ്ജിയും കൊണ്ടുപോയി. ഈ ഷിയർ അലി ഖാൻ എന്ന് കള്ളപ്പേർ പറഞ്ഞ പെരുങ്കള്ളൻ ഈ വക പ്രവൃത്തിയിൽ വളരെ പണം തട്ടിപ്പറിച്ചവനാണ്. മാധവനെ ഇവനും ഇവൻ്റെ കൂട്ടരും കൂടി വൈകുന്നേരം പലഹാരം കഴിപ്പാൻ ഇറങ്ങിയ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ദിക്കു പരിചയമില്ലാത്തവനാണെന്ന് മനസ്സിലായി. തൻ്റെ കൂറ്റുകള്ളന്മാർ 2 ആളോടുകൂടി മുമ്പ് പറഞ്ഞ വേഷം കെട്ടി പുറപ്പെട്ട് നമ്മുടെ മഹാശുദ്ധാത്മാവായ മാധവനെ ഇങ്ങനെ ചതിച്ചതാണ്. ആ കള്ളന്മാർ മാധവന്റെ വണ്ടിയിൽ നിന്ന് സാമാനവും എടുത്ത് സ്റ്റേഷനിൽ നിന്ന് കുതിച്ച് ഓടിപ്പൊയ്ക്കളകയും ചെയ്തു. മാധവൻ, ഇതാ എൻ്റെ സാമാനങ്ങളെല്ലാം കളവ് പോയിരിക്കുന്നു. ഞാൻ അന്യരാജ്യക്കാരനാണ്. എന്നെ ദയവ് ചെയ്ത് സഹായിക്കണേ. സ്റ്റേഷൻ മാസ്റ്റർ, പോലീസുകാരോട് പോയി പറയൂ. മാധവൻ, പോലീസുകാരെ ആരെയും കാണുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ, അതിന് ഞാനെന്ത് ചെയ്യും? മാധവൻ, ഞാൻ അന്യദിക്കുകാരനാണ്. സ്റ്റേഷൻ മാസ്റ്റർ, അതിന് ഞാനെന്ത് ചെയ്യും? മാധവൻ,
എനിക്ക് ഈ ദിക്കിൽ ആരും പരിചയമില്ല. സ്റ്റേഷൻ മാസ്റ്റർ: അതിന് ഞാനെന്തു ചെയ്യും? മാധവൻ: നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്യാഞ്ഞാൽ ഞാൻ വളരെ കുഴങ്ങിപ്പോവുമല്ലോ. സ്റ്റേഷൻ മാസ്റ്റർ: പോലീസുകാരോട് പോയി പറയൂ. പോർട്ടർ, ഈ മനുഷ്യന് പോലീസുകാരെ കാണിച്ചു കൊടുക്കൂ. ഇവിടെ പോലീസുകാർ ആരുമില്ലെങ്കിൽ പോലീസ് കച്ചേരി കാണിച്ചു കൊടുക്കൂ. പ്ലാറ്റ്ഫോറത്തിൽ പോലീസുകാരെ കണ്ടില്ല. പോലീസ് കച്ചേരിയിൽ ചെന്നപ്പോൾ അവിടെ വാതിൽ അടച്ചിരിക്കുന്നു. ആ ദിക്കിൽ നമ്മളുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലീസുകാർ അല്ല. ഈ കളവ് പോയതും ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് വെച്ചാണ്. മാധവന്റെ പിന്നാലെ തന്നെ ഹോട്ടലിലെ ബട്ട്ലർ കൂടിയിരിക്കുന്നു. സാമാനം ഉണ്ടാക്കിയതിന് 1.5 ഉറുപ്പിക ചാർജുണ്ട്. വേണമെങ്കിൽ തിന്നോളണം, പണം തരണം എന്ന് പറഞ്ഞ് പിന്നാലെ വരുന്നു. മാധവൻ: ഞാൻ സാധനങ്ങൾക്കൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആ കള്ളനല്ലേ പറഞ്ഞത്. ഞാൻ എന്തിനാണ് പണം തരുന്നത്? ബട്ട്ലർ: നിങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞ് പിന്നെയും പിന്നാലെ വിടാതെ കൂടി. പോലീസുകാരെ ഒരാളെയും കാണാത്തതിനാൽ മാധവൻ പിന്നെയും തീവണ്ടി സ്റ്റേഷനിലേക്ക് തന്നെ മടങ്ങി വന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ അടുക്കെ പോയി. മാധവൻ: പോലീസുകാരെ ആരെയും കാണുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ: അതിന് ഞാനെന്തു ചെയ്യും? ബട്ട്ലർ സ്റ്റേഷൻ മാസ്റ്ററോട്: അദ്ദേഹം ഹോട്ടലിൽ വന്ന് സാമാനങ്ങൾക്ക് കൽപ്പന കൊടുത്തു. ഉണ്ടാക്കിക്കൊണ്ട് വന്ന ശേഷം ഇപ്പോൾ വില തരുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ മാധവനോട്: അതെന്താണ് കൊടുക്കാത്തത്? മാധവൻ: നിങ്ങൾ കൽപ്പിച്ചാൽ കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുക്കാം. എന്നാൽ നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്യണം. ഞാൻ ഇങ്ങനെ സങ്കടത്തിൽപ്പെട്ട ഒരു മനുഷ്യനല്ലേ. എൻ്റെ സ്നേഹിതന് ഒരു ടെലിഗ്രാം, കമ്പി വർത്തമാനം അയച്ചു തരണം. സ്റ്റേഷൻ മാസ്റ്റർ: നേരം 6 മണി കഴിഞ്ഞുവല്ലോ. ആരാണ് സ്നേഹിതൻ? മാധവൻ: മിസ്റ്റർ ഗോപിനാഥ ബാനർജി എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിനെ കാണുവാനാണ് ഞാൻ പോവുന്നത്. അദ്ദേഹത്തിന് ഒരു കമ്പി ഇപ്പോൾ തന്നെ അയച്ചു തരണം.